عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. نصلي ونسلم على رسوله الأمين وآله وصحبه أجمعين. أما بعد. നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹം തന്നെ ആനന്ദമാർക്കും. ഏറ്റവും സ്നേഹസമ്പന്നമായ ആർദ്രതയുടെ, മനുഷ്യത്വത്തിന്റെ, സഹിഷ്ണുതയുടെ അടരുകൾ വിടർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹോഷ്മളമായ ഈ മനോഹാരിയത പേലി വിടർത്തിക്കൊണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളിയുടെ ഇന്നിന്റെ മഞ്ഞയ സായാഹ്നത്തിൽ ആക്രമിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, പട്ടിണി എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പരിവർത്തകയുടെ ആത്മാക്കളെ പറ്റി നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനു വേണ്ടി നമ്മൾ ഇന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിമന്യനായ ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഏറെക്കാലത്തെ പ്രിയ സ്നേഹിതനും മുഖ്യ സംഘാടകനുമായ അഭിമന്യനായ പ്രഭാഷകൻ കൂടിയായ ഉസ്താദ് ഷാക്കിർ ഹുസൈൻ ദാരിമി അവർകളെ, ഈ വേദിക്ക് ആശംസ അർപ്പിച്ച അഭിമന്യനായ കരുനാഗപ്പള്ളി മഹല്ലി ജമാഅത്തിന്റെ സെക്രട്ടറി ജനറൽ പ്രിയപ്പെട്ട നാസർ സാഹിബ്, അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന നിയാസ് സാഹിബ്, ഷംനാഥ് സാഹിബ് തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, മതേതര ഭാരതത്തിലെ അതിമനോഹരമായ ഗുജറാത്തിന്റെ കത്തിയാവാറിലെ പോർബന്തറിൽ ജനിച്ച നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെയൊക്കെ മക്കളുടെ പ്രിയപ്പെട്ട ബാപ്പു അല്ലെങ്കിൽ ബാപ്പുജി, ആ ബാപ്പുജിയുടെ ഓർമ്മകൾ അലത്തല്ലി തിമർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓർമ്മ ഓരമ്പറ്റി നിൽക്കുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സുദിനത്തിലാണ് ഗാന്ധിജിയുടെ നിലപാട് കൂടിയായിരുന്ന ആ അസ്ഥിത്തറയിൽ നിന്ന് ഗാന്ധിജിയുടെ, നെഹ്റുവിന്റെ ജീവിതത്തിലെ പൂർത്തീകരിക്കപ്പെടാത്ത പോയ അഭിലാഷത്തിന്റെ ഭാഗധേയമായിട്ട് നമ്മൾ ഗാസക്ക് വേണ്ടി ഇന്ന് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ട് EV കൃഷ്ണമാര്യര് പറഞ്ഞിട്ടുണ്ട്, അരി വാങ്ങുവാൻ ക്യൂവിൽ കാത്തു നിൽക്കുന്നു ഗാന്ധി, അരികിൽ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ എന്ന്. ഇവിടെ 2 വിഭാഗത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ സാധ്യമാണ്. ഒന്ന്, അരി വാങ്ങുവാൻ വേണ്ടി ക്യൂവിൽ കാത്തിരിക്കുന്ന ഗാന്ധിയെയും അവരുടെ അരികിലൂടെ കാറിലേറി നീങ്ങുന്ന ഗോഡ്സെയെയും നമുക്ക് കാണാൻ സാധ്യമാണ്. വിജയദശമി ദിനം കൂടിയാണ്. നമ്മുടെ ഒരുപാട് രാജ്യത്തെ സഹോദര മതസ്ഥരുടെ ഒട്ടുമിക്ക മക്കളും വിദ്യാരംഭം കുറിക്കുന്ന ഏറ്റവും സവിശേഷമായ സന്ദർഭത്തിൽ ഇന്ന് രാജ്യത്തെ ആദ്യജ്ഞാനം, അക്ഷരത്തെ കുറിച്ചു കൊടുത്ത പല ഗുരുക്കന്മാരും ആ കുട്ടികളോട് മധുര മന്ത്രോച്ചാരണമായിട്ട് മൊഴിഞ്ഞു, മക്കളെ, നിങ്ങൾ ഗാന്ധിയുടെ അനുയായിയായി മാറുക, അഹിംസയുടെ പോരാളിയായി മാറുക, അക്രമത്തിന്റെ അന്തകനായി മാറുക, മൃദുലതയുടെ ഉപാസകനായി മാറുക എന്ന് നമ്മൾ ഗാസയെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ഒരുപാട് കവിതകൾ ഇന്ത്യ രാജ്യത്ത് ഈ അടുത്ത് വളരെ ശ്രദ്ധേയമായി ലോകാടിസ്ഥാനത്തിൽ തന്നെ വെളിച്ചം കാണുകയുണ്ടായി. ലോകത്തെ വലിയ അവാർഡുകൾ ഈ കഴിഞ്ഞ വർഷം നേടിയ ഒട്ടുമിക്ക കവിതകളിലും 80% ഗസയിലെ, ഖാൻ യൂനിസിലെ, പലസ്തീനിന്റെ പ്രവിശ്യകളിലെ കവിതകളായിരുന്നു. അതിന്റെ കാരണം എന്താണ്? അവരൊക്കെ അനുഭവത്തിന്റെ കടഞ്ഞെടുത്ത തീക്ഷ്ണമായ തീച്ചൂളയിൽ വാറ്റിയെടുത്ത മഷികളുമായിട്ടാണ് തൂലിക ചലിപ്പിച്ചത്. ഒരാൾക്ക് വളരെ തിക്തമായ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ആ കവിതകൾ, ആ അനുഭവങ്ങളാണ് പലപ്പോഴും കവിതകളായിട്ട് രൂപം പ്രാപിക്കാറുള്ളത്. ഈ അടുത്താണ് ഗസയിലെ ഏറ്റവും മനോഹരമായ ഖാലിദ്
ജുമ എന്ന് പറയുന്ന അതിമനോഹരമായ കവിത എഴുതുന്ന കവി എഴുതിയത് ഗസയിലെ പോക്കിരി പിള്ളേരെ എന്റെ ജനലിനരികെ നിലവിളിച്ച് നിരന്തരം എന്റെ ഉറക്കത്തെ ശല്യപ്പെടുത്തി ബഹളം വെക്കുന്ന ഗാസയിലെ പോക്കിരി പിള്ളേരെ, എല്ലാ രാവിലെയും വൈകുന്നേരവും തിക്കും തിരക്കും ബഹളവും കൂട്ടുന്ന ഗാസയിലെ പോക്കിരി പിള്ളേരെ, എന്റെ പൂച്ചട്ടി പൊട്ടിച്ച് ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ പൂവും കട്ടെടുത്ത് കൊണ്ടുപോയ ഗാസയിലെ പോക്കിരി പിള്ളേരെ, ഖാലിദ് ജുമാ എന്ന് പറയുന്ന ഗാസയിലെ അനിഷേധ്യനായ ഈ കവിയുടെ തീവ്രത ജ്വലിച്ചു നിൽക്കുന്ന ഈ കവിതാ ശകലങ്ങളിൽ ലോകത്തോട് പറയാതെ പറയുന്ന ഒരു നഗ്ന സത്യമുണ്ട്. എന്തിനാണ് ഗാസയിൽ ബഹളം വെക്കുന്ന തിക്കും തിരക്കും കൂടുന്ന കുട്ടികളെ ഒച്ച വെക്കുന്ന എന്റെ ഉറക്കം കെടുത്ത ബഹളം വെക്കുന്ന തിക്കും തിരക്കും കൂട്ടുന്ന എന്റെ ബാൽക്കണിയിലെ അവസാന പൂച്ചട്ടിയും പൊട്ടിച്ച പോക്കിരി പിള്ളേരെ എന്ന് ഖാലിദ് ജുമാ എന്ന് പറയുന്ന കവി വിളിച്ചത്? അവര് ബഹളം വെക്കുന്നത് ഏത് ബഹളമാണ്? അവര് ശബ്ദം വെക്കുന്ന കോലാഹലങ്ങൾ എന്തിന്റെ ശബ്ദ കോലാഹലങ്ങളാണ്? അവരുടെ ആമാശയത്തിന്റെ അടിവയറ്റിൽ നിന്ന് ഉയർക്കൊള്ളുന്ന പട്ടിണിയുടെ പേക്കോലങ്ങളായി മാറിയ കാലത്തിന്റെ യൂപപീഠത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ വലിയാടുകളാകുന്ന ഗാസയിലെ ഖാൻ യൂണിസിലെ പട്ടിണി പേക്രോലങ്ങളായ കുട്ടികൾ പോക്കിരി പിള്ളേരാണ്. എന്തിനാണ് അവർ